ഇന്നിവിടെ ചെയ്യുന്നത് ഒരു പഴംപൊരിയാണ്. അതിലാവശ്യമായിട്ടുള്ളത് 3 പഴുത്ത നേന്ത്രപ്പഴവും 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് മൈദാ മാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് എടുത്ത് വച്ചേക്കുന്ന ഉപ്പും പഞ്ചസാരയും ചേർക്കണം. പഞ്ചസാര മധുരം ഇത്ര ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം മധുരം കാണും 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ. ഇനി അടുത്ത് നേന്ത്രപ്പഴം 4ആയിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ 4ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8ആയിട്ട് വരെ മുറിച്ചെടുക്കാവുന്നതാണ്. മാക്സിമം നേന്ത്രപ്പഴം മുറിക്കുന്ന സമയത്ത് കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തായിട്ട് എടുത്തു വച്ചേക്കുന്ന മൈദാ മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ മാത്രമായിട്ട് വെള്ളം ചേർക്കണം. വെള്ളം അധികമായാലും കുറഞ്ഞു പോയാലും പഴത്തിൻ്റെ പീസുകളിൽ മൈദ കോട്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. മഞ്ഞൾ ചേർത്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നല്ല പോലെ കട്ടാതെ നന്നായിട്ട് മൈദ മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും തന്നെ അടിക്കേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഒരു ഹാൻഡ് വിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. ഇനി പഴത്തിൻ്റെ പീസുകളെല്ലാം തന്നെ ഞാൻ ഒരുമിച്ച് ആ മൈദാ മാവിലേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ട് കോട്ട് ചെയ്യുക. ആ മൈദാ മാവ് പഴത്തിലെല്ലാം നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഒന്ന് കുഴച്ച് വെക്കുക. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ പഴത്തിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഒന്നുകൂടെ ആ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം പഴത്തിൻ്റെ പീസുകളിടാൻ ശ്രമിക്കണം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ ചൂടാക്കുന്ന സമയത്ത് കംപ്ലീറ്റായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നീട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എണ്ണ ചൂടാക്കാനായിട്ട്. ഫുൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായിപ്പോവും. അപ്പോൾ ആദ്യം ഇടുന്ന പീസുകൾ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. നല്ല ബ്രൗൺ ആയ ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത്യാവശ്യം നല്ല പഴുത്ത പഴം കൂടി ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്രയും ബ്രൗണായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വൈകിട്ട് ചായയുടെ സമയത്ത് സ്നാക്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക.